എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പവിത്രമായ കർക്കിടക മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. രാമായണത്തിലെ ചില ചിന്തകൾ നമുക്ക് കാണാം. രാമായണം ഈ കർക്കിടക മാസത്തിൽ വായിക്കുമ്പോൾ എന്തിനാണ് ഈ കർക്കിടകത്തിൽ വായിക്കുന്നത് എന്നതാണെങ്കിൽ പലരുടെയും വിചാരം ശ്രീരാമസ്വാമി അവതരിച്ചത് കർക്കിടകത്തിലാണെന്നാണ്. ശ്രീരാമസ്വാമിയുടെ അവതാരം കർക്കിടകത്തിലല്ല. ശ്രീരാമസ്വാമി മേടം നവമി കാലഘട്ടത്തിലാണ്. നവമി ആണ് അദ്ദേഹത്തിൻ്റെ തിഥി. അതുപോലെ പുണർദം നക്ഷത്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിലാണ് ശ്രീരാമസ്വാമിയുടെ അവതാരം വരുന്നത്. ഈ കർക്കിടകത്തിൽ അല്ല. പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചവരുണ്ട്, ഇല്ലേ? പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, കർക്കിടകം കേരളീയരെ സംബന്ധിച്ച് പണ്ട് ഒരുപാട് മഴയും എങ്ങും പുറത്തിറങ്ങാൻ പറ്റാത്ത സമയത്ത് വീട്ടിൽ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞിരിക്കുന്നതിന് പകരം ആധ്യാത്മികമായൊരു ചിന്തയായിക്കോട്ടെ എന്ന് കരുതി പൂർവികരുണ്ടാക്കിയ ഒരു മഹത്തായ ആചാരമാണ് കർക്കിടകത്തിൽ രാമായണം വായിക്കുക. ഇവിടെയാണ് ഈ രാമായണത്തിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമുക്ക് വേണ്ടുന്ന കുറേ കാര്യങ്ങൾ. അതായത് രാമായണം എന്ന കൃതി എഴുതിയത് വാത്മീകി മഹർഷിയാണ്, നമുക്കറിയാം. അപ്പോൾ വാത്മീകി മഹർഷി കാട്ടിൽ ജീവിച്ച കൊള്ളക്കാരനായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിനൊരു മനപരിവർത്തനം വന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തപസ് ചെയ്ത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു റിവിലേഷൻ, അതായത് അദ്ദേഹത്തിലൂടെ ഒഴുകി കിട്ടിയ ഒരു ജ്ഞാനഗംഗയാണ് ഇത് രാമായണം. അപ്പോൾ നിങ്ങൾ രാമായണത്തെ നോക്കിക്കഴിഞ്ഞാൽ വാത്മീകി മഹർഷി അദ്ദേഹം ഒരു ബ്രാഹ്മണനായിട്ടോ വേദം പഠിച്ചിട്ടോ ഒന്നും അല്ല വന്നത്, ആണോ? അദ്ദേഹം ഒരു സാധാരണ ആളുകളെ പോലെ ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ തൊഴിൽ കക്കലും കൊള്ളയടിക്കലും ഒക്കെയായി അങ്ങനെ ജീവിച്ചപ്പോൾ എന്തോ അദ്ദേഹത്തിൻ്റെ സുഹൃതം എന്ന് പറയുന്നത് മഹാത്മാക്കളുമായിട്ടൊരു സംഘം വരാനും ആ മഹാത്മാക്കൾ ചോദിക്കുകയാണ്, നീ ഈ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾക്കെല്ലാം ദുരിതങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ നിന്റെ ഭാര്യയും മക്കളും കൂടെ ഇത് അനുഭവിക്കാനുണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ, ഞാൻ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയല്ലേ ജീവിക്കുന്നത്. അപ്പം ഭാര്യയും മക്കളെയൊക്കെ ഞാൻ തീറ്റി പോറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ദുരിതങ്ങളുടെ കൂടെയൊക്കെ അവർ നിൽക്കണ്ടേ എന്നായിരുന്നു ആരുടെ വിചാരം? രത്നാകരൻ്റെ വിചാരം. അപ്പം രത്നാകരനോട് പോയി ചോദിക്കാൻ പറയണം. അപ്പം രത്നാകരൻ സ്ട്രെയിറ്റ് അവേ ഭാര്യയോട് ഒന്ന് ചോദിച്ചു, നോക്കൂ, ഞാൻ കഷ്ടപ്പാടിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടാകുമോ എന്ന്. അപ്പം ഭാര്യ പറഞ്ഞു, നോക്കൂ, ഓരോരുത്തരും ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുമ്പോൾ ആ ദുഃഖങ്ങളൊക്കെ അവനവന് മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ. വേറൊരാൾ കൂടെ ഉണ്ടായിട്ടും കാര്യമില്ല. ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന പല വേദനകളൊക്കെ ആരെങ്കിലും കൂടെ ഉണ്ടായിട്ട് കുറച്ച് ആശ്വാസം തരാമെന്നല്ലാതെ വേദന മാറ്റാൻ പറ്റുമോ? അപ്പം അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്ന കർമ്മസിദ്ധാന്തം. ഈ കർമ്മസിദ്ധാന്തം എല്ലാവരും ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ഈ ലോകം നന്നാകുമായിരുന്നു. എന്താണ് ആ കർമ്മസിദ്ധാന്തം? എല്ലാവർക്കും അറിയുന്ന വരികളാണ് ഇത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചുകൂടെന്നേ വരൂ. അങ്ങനെയല്ലേ? കർത്താവൊഴിഞ്ഞ് അന്യൻ ഭുജിക്കുമോ? കർമ്മത്തിൻ്റെ ഫലം, കർമ്മഫലം കർത്താവൊഴിഞ്ഞ് അന്യൻ ഭുജിക്കുമോ? ഈ ശ്ലോകം നമ്മൾ ഇങ്ങനെ ചൊല്ലേണ്ടത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മം, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മവും ആ കർമ്മത്തിൻ ഫലവും താൻ അനുഭവിച്ചേ പറ്റൂ. അപ്പൊ കർമ്മവും കർമ്മത്തിൻ്റെ ഫലവും നമ്മൾ തന്നെ അനുഭവിക്കണം. ഒരുപക്ഷെ കർമ്മം നമ്മൾ മുഴുവൻ അനുഭവിച്ചില്ലെങ്കിലും കർമ്മം അനുഭവിക്കാൻ പലരും ഉണ്ടാവും. എന്ന് വെച്ചാൽ അതിന് കുടുംബമൊക്കെ ഉണ്ടാവും, സമ്പത്തൊക്കെ ആർജിച്ചു കഴിഞ്ഞാൽ അത് കൂടെ അനുഭവിക്കാൻ അവരും ഉണ്ടാവും, ഇല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ കൂട്ടുചേർന്ന് പലരും കള്ളു കുടിക്കുന്നു, പാട്ട് പാടുന്നു, നൃത്തം പാടുന്നു, അതിനൊക്കെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും. പക്ഷെ ദുരിതങ്ങൾ വരുമ്പോൾ, കർമ്മഫലം വരുമ്പോൾ ഇത് അവനവൻ തന്നെ അനുഭവിച്ച് തീർക്കണം. അപ്പോഴാണ് രത്നാകരന് ഓടിയത്. എന്ത്? എൻ്റെ ജീവിതത്തിൽ പ്രായമാകുമ്പോൾ ഞാൻ ഒറ്റപ്പെടാം, ആരും എൻ്റെ കൂടെ ഉണ്ടാവില്ല. പൊതുവെ എല്ലാവരും എന്താ ചെയ്യുക? ശപിക്കുക ചെയ്യാം. നിങ്ങൾ ചെയ്തതല്ലേ, അനുഭവിച്ചോ എന്ന് പറഞ്ഞ് എല്ലാവരും ഒറ്റപ്പെടുത്തി കളയും. അപ്പം വൈകുന്തോറും, അതായത് പ്രായമായി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒറ്റപ്പെടൽ അനുഭവിച്ചേ പറ്റുള്ളൂ. എങ്കിൽ അതിപ്പോഴേ നമുക്കൊരു ദീർഘവീക്ഷണം വേണം. എന്ത്? മുന്നോട്ട് പോകും തോറും നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്കറിയാം, മക്കളൊക്കെ പഠിച്ച് ദൂരെ വഴിക്ക് പോയി, അവർ കല്യാണം കഴിഞ്ഞു, പിന്നെ അവരുടെ
പ്രാരബ്ധങ്ങളും. ഇന്ന് മാത്രമല്ല, ഇന്നത്തെ പെൺകുട്ടികൾക്ക് അച്ഛനും അമ്മയും നോക്കുന്നതിലൊന്നും ഒട്ടും പഴയ കാലത്തെ പോലെ അവർക്ക് അങ്ങനെയുള്ളൊരു ജീവിതത്തോടൊട്ടും താല്പര്യമില്ല. അവർക്ക് കുഞ്ഞുകുട്ടി പരാധീനം എന്ന് പറഞ്ഞ പോലെ അവരുടെ ഒരു ലോകം, അതിലാണ് അവർ നിൽക്കുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ അച്ഛനെയും അമ്മയുടെ അടുത്തേക്ക് വരിക എന്നുള്ള, അതുകൊണ്ട് നോക്കും ഇപ്പം ധാരാളം ഓൾഡ് ഏജ് ഹോമുകളൊക്കെ കൂടിക്കൂടി വരികയാണ് അല്ലേ. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് പോയപ്പം ഒരു പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം, ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറയണം, ഞങ്ങളിങ്ങനെ ഈ അച്ഛനമ്മമാർക്ക് ടെമ്പററി താമസിക്കാനുള്ള റൂംസ് ഉണ്ടാക്കുകയാണെന്ന്. എനിക്ക് മനസ്സിലായില്ല എന്താന്ന്. അതായത് ഇപ്പം മക്കൾക്കൊക്കെ ടൂറ് പോകണമെന്നുണ്ടെങ്കിൽ ഇവരെ ഈ പട്ടിയെയൊക്കെ വളർത്താൻ കൊടുക്കില്ലേ കുറച്ച് ദിവസം എന്ന് പറഞ്ഞ പോലെ, ഈ ഇവരെയൊക്കെ നോക്കാൻ 10 ദിവസത്തേക്ക് അവർക്കുള്ള സംവിധാനങ്ങൾ. അപ്പം അതായത് ടൂറ് പോകുമ്പം ആരെ കൊണ്ടുപോകാൻ പറ്റില്ല, അച്ഛനമ്മമാരെ കൊണ്ടുപോകാൻ താല്പര്യമില്ല. അപ്പം അങ്ങനെ കുറേ എൻക്വയറി വന്നപ്പോഴാണ് അവർ അതിനുള്ള റൂമും കാര്യങ്ങളൊക്കെ കെട്ടാൻ തുടങ്ങിയത്. അതും 19 റൂമുണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ എന്തൊരു ഡിമാൻഡാണെന്നുള്ളത്. അപ്പം അതിന് മനസ്സിലാക്കേണ്ടത്, പ്രായമാകും തോറും ഡിമാൻഡ് വളരെ കുറഞ്ഞു വരികയാണ്. അപ്പം നമ്മൾ പ്രായമാവും, അതിനെ നമ്മൾ ആസ്വദിക്കണം. ഒന്നുകിൽ നമുക്ക് ശപിച്ചും പ്രാഗിയും കുറ്റവും പറഞ്ഞ് വിഷവും പറഞ്ഞ് അല്ലേ, ചൊറിഞ്ഞു മറന്തി, ചൊറിമാന്തി എന്ന് പറയുന്നതിന്, ചൊറിയും പറഞ്ഞ് കുറ്റവും പറഞ്ഞ് നമുക്ക് സമയം ചെലവഴിക്കാം. അല്ലെങ്കിൽ നമുക്കത് ആസ്വദിക്കാം, വേണ്ടേ? അതിനാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ കൂട്ടുകെട്ടുള്ള പോലെ നമുക്കും ഒരു കൂട്ടുകെട്ട് വേണം. അതിൻ്റെ പേരാണ് സത്സംഗം എന്ന് പറയുന്നത്. എന്താണ്? പിന്നെ നിങ്ങൾ ഈ നാരായണീയവും ദേവി ഭാഗവതവും ദേവി മഹാത്മ്യമൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു കൂട്ടുകെട്ട് വരുമ്പം മക്കൾ നോക്കിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, നമ്മൾ വേറെ ലോകത്ത് ആസ്വദിക്കാൻ തുടങ്ങും. ഇന്നിപ്പോൾ അത് കൂടിക്കൂടി വരുന്നുണ്ട് അല്ലേ. വളരെ അങ്ങനെയുള്ളൊരു സംസ്കാരം വളരെ കൂടി വരും. പക്ഷേ ഈ കൊല്ലം ജില്ലയിൽ ഇത്തിരി കുറവാണ്, തുറന്നു പറഞ്ഞേ പറ്റുള്ളൂ. വളരെ കുറവാണ്, എന്നാലും മോശമാണ്. ആലപ്പുഴ കൊല്ലം ജില്ലയിലാണ് ഇത്തിരി കുറവുള്ളത്. അത് ഇവിടെയാണ് ഒന്നും കൂടി നേരെ. കാരണം ഇവിടെ കുറേ അമ്പലങ്ങളും ഉത്സവങ്ങളും പിന്നെ ഉച്ചയ്ക്കുള്ള ശാപ്പാടും അതിന് വളരെ പ്രാധാന്യമാണ്. നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോൾ ഒരു 1500 പേരെങ്കിലും സദ്യ കഴിക്കാൻ വന്നിട്ടുണ്ടാവും. അപ്പം അതൊരു വലിയൊരു ഗംഭീര. ആൾക്കാരെ വിചാരം ഈ ഭക്ഷണം കഴിച്ചു പോകുന്നതാണ് ഭക്തി എന്നുള്ളതാണ്. അത് മധ്യപ്രദേശ് നന്നാക്കും, ഉത്തർപ്രദേശ് നന്നാക്കില്ല. ഈ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ തലച്ചോറ് നന്നാവണമെങ്കിൽ അതകത്തേക്ക് മാത്രം ചോറ് പോയാൽ പോരാ, ഉള്ളിലേക്ക് വിവരത്തിൻ്റെ ചോറും കൂടെ കുറച്ച് പോകണം ഇല്ലേ. അപ്പോൾ ഇവിടെയാണ് രത്നാകരന് മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്കാവും, എൻ്റെ കൂടെ ആരും ഉണ്ടാവില്ല. അദ്ദേഹം തളർന്നില്ല. ഇന്നാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഭർത്താവിനെയാവും നിങ്ങൾ കാണുക, ആണോ? ഇപ്പം നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഒറ്റപ്പെടും, നിങ്ങളുടെ കൂടെ ഞങ്ങളാരും ഉണ്ടാവില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം വരുമോ, നിങ്ങൾക്ക് സന്തോഷം വരുമോ? വിഷമം വരും. കാരണം ഇത്രയും കാലം ഇവരെയൊക്കെ തീറ്റിപ്പോറ്റി വളർത്തിയിട്ട് ഇപ്പം ഞങ്ങളെ ആവശ്യമില്ലല്ലോ എന്ന് പറയും. കാര്യം കഴിഞ്ഞ് നമ്മൾ ഈ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കോല് വലിച്ചെറിയുന്ന പോലെ അല്ലേ, അല്ലെങ്കിൽ കരിമ്പിൻ്റെ ജ്യൂസൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ളത് ചണ്ടിയിട്ട് വലിച്ചെറിയുന്ന പോലെ. കറിവേപ്പിലയുടെ കാര്യം അങ്ങനെയല്ലേ പറയുക, കറിവേപ്പില കറിക്ക് ഉപയോഗിക്കും, അത് കഴിഞ്ഞാൽ ദൂരെ കളയുന്ന പറഞ്ഞ പോലെ നമ്മളൊരു കറിവേപ്പിലയാക്കി എന്നൊക്കെ പറയുന്ന കാര്യം. അപ്പം അങ്ങനെയുള്ളൊരു ജീവിതം ആണോ നമുക്ക് വേണ്ടത്? അല്ല. രത്നാകരൻ തിരിച്ചു വന്നു. ആ മഹർഷി വീരന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ എന്താണിനി ചെയ്യേണ്ടത്? അപ്പം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് മരാമര എന്ന മന്ത്രമാണ്. രാമരാമ എന്നാണ് പറഞ്ഞു കൊടുത്തത്, പക്ഷെ മരാമര എന്നുള്ള അദ്ദേഹം ചൊല്ലി. അദ്ദേഹത്തിന് അത് നല്ല പരിചയമുള്ള വാക്കാണ്. ഇത് മാരോ എന്ന്, ഹിന്ദിയിൽ മാരോ എന്ന് പറഞ്ഞാൽ തട്ടിക്കളാന്ന്, മറ്റുള്ളവരെ കൊല്ലണം, കക്കണം, ഇതൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ തിയറി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മര പറഞ്ഞ് അതെന്തായി, രാമനായി. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മനസ്സ് ശുദ്ധീകരിച്ച് പവിത്രമായി വാസനകളൊക്കെ പോയി, മനസ്സിൻ്റെ ഏകാഗ്രത, മനസ്സിൻ്റെ നാമത്തിലുള്ള ലയം, അതൊക്കെ കൂടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് വലിയൊരു പരിവർത്തനം. നേരത്തെ കണ്ട ലോകമല്ല അദ്ദേഹം കാണുന്നത്, സുന്ദരമായ ലോകം, ആനന്ദത്തിൻ്റെ ലോകം. അങ്ങനെ അദ്ദേഹം ആത്മീയയായി ഒരിക്കൽ കുളിക്കാൻ പോകുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ചയാണ്, 2 പ്രാവിൻ പക്ഷികൾ കാട്ടിലിങ്ങനെ കൊഞ്ചിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വേടൻ ആ വഴിക്ക് വരുന്നതും അതിൽ ആൺപക്ഷിയെ വേടൻ അമ്പെയ്ത് വീഴ്ത്തി പെൺപക്ഷി താഴേക്ക് വന്ന് കരഞ്ഞ് ബഹളം വയ്ക്കുന്ന ആ കാഴ്ച കണ്ടപ്പോൾ അത്യന്തം വേദന തോന്നിയ ആ മഹർഷി ആ വേടനെ നോക്കി ശപിക്കുന്ന രൂപത്തിൽ പറഞ്ഞു, മാ നിഷാദ. അല്ലേ, അതെല്ലാവർക്കും അറിയുന്ന വാക്കാണ് ഇത്, മാ നിഷാദ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ശ്ലോകം ചൊല്ലുകയാണ്. മാനിഷാദ പ്രതിഷ്ഠാത്വം മകമ ശാശ്വതീ സമ ക്രൗഞ്ചമിഥുനാദേവം അവധി
കാമമോഹിത എന്നൊരു ശ്ലോകം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ ശിഷ്യനോട് ചോദിച്ചു, എന്താ ശിഷ്യ? കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അതിനു മുമ്പ് അതുവരെ ഒരു ശ്ലോക രൂപത്തിൽ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇതെന്താ ഏതാ ഒരു പിടിയില്ല. അങ്ങനെ ഇരിക്കെ നാരദ മഹർഷി വരുന്നു. നാരദ മഹർഷിയോട് അദ്ദേഹം ചോദിക്കുകയാണ് ഇതെന്താണ്. നാരദ മഹർഷിയാണ് പറയുന്നത്, ഈ 4 ശ്ലോകത്തിനകത്ത് ഒരു വലിയ ചരിത്രം ഒളിഞ്ഞു കിടപ്പുണ്ട്. ആരുടെ ചരിത്രം? ഒരു ചരിത്രമുണ്ട്. അപ്പം ഇവിടെ ജീവിച്ചിരുന്ന ഒരു മഹാരാജാവിൻ്റെ ചരിത്രമുണ്ട്. അപ്പം രാജാവിൻ്റെ മഹിമയ്ക്ക് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അങ്ങനെ കോന്നോസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്യ വീര്യവാൻ എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ ഈ ഭൂമിയിൽ ഒരുപാട് ഗുണങ്ങൾ, ഗുണവാൻ, അതുപോലെ ധൃതിമാൻ, ശക്തിമാൻ, നമ്മൾ ഈ കുട്ടികൾ പറയില്ലേ സൂപ്പർമാൻ, സ്പൈഡർമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അവരുടെ അയൺമാൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മുടെ രാമായണത്തിൽ നിന്ന് കടർത്തതാണ്. ശക്തിമാൻ, ധൃതിമാൻ, ധർമ്മത്തിൻ്റെ ഇങ്ങനെ സ്വരൂപം, വീര്യവാൻ തുടങ്ങിയുള്ള ഗുണങ്ങളൊക്കെ ഉള്ള ആരെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. അപ്പം പറഞ്ഞു, ഇങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായ രാമൻ ഉണ്ട്. പിന്നെ രാമൻ്റെ ഗുണകഥകളൊക്കെ പറഞ്ഞ് രാമായണം ചുരുക്കി പറഞ്ഞ് ഈ രാമായണത്തെയാണ് ഈ 4 ശ്ലോകത്തിൽ അർത്ഥമായെടുത്ത് അദ്ദേഹം വിപുലീകരിച്ച് എഴുതിയത്. അപ്പം നമ്മൾ ഈ രാമായണം വായിക്കുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടണം. ഒന്നാമത്തെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, അതായത് ആരും ഈ ജീവിതത്തിൽ മോശക്കാരല്ല. നിങ്ങൾ നോക്കൂ, രത്നാകരൻ തന്നെ ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നുള്ളൊരവസ്ഥയുള്ള മനുഷ്യനാണ് വാത്മീകി മഹർഷിയായിട്ട് മാറിയതെങ്കിൽ തപസ് കൊണ്ട്. ഇപ്പം എന്താ തപസ് എന്ന് പറഞ്ഞാൽ? അനുഷ്ഠാനത്തെയാണ് തപസ് എന്ന് പറയാം. എന്താണ് അത്? നമ്മൾ പഠിക്കണം. അനുഷ്ഠാനം. അദ്ദേഹം രാമരാമ എന്ന് ജപിക്കുന്ന അനുഷ്ഠാനം ചെയ്തപ്പോൾ രത്നാകരൻ ആരായി? വാത്മീകി മഹർഷി. അപ്പം നമ്മളൊക്കെ അനുഷ്ഠാനമുള്ളവരാകുമ്പോൾ നമ്മുടെ മനസ്സിൽ പരിവർത്തനം വരും. മനസ്സിൽ പരിവർത്തനം ഉണ്ടാകുമ്പോഴാണ് ഏത് ദുർബലനും കരുത്തനാവുന്നത്, ഏത് കഴിവില്ലാത്തവനും കഴിവുള്ളവരാകുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് കഴിവുണ്ട്. നിങ്ങളുടെ ഉള്ളിലുണ്ട്, അത് എല്ലാവരുടെ ഉള്ളിലുണ്ട് അത്. പക്ഷെ മനസ്സ് മുഴുവൻ വാസനകൾ, അതായത് നമ്മൾ പല അനുഭവിച്ച അനുഭവങ്ങളും പഴയകാല ഓർമ്മകളും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ വീട്ടിലോടുള്ള നമ്മുടെ ആസക്തിയൊക്കെ കൂടിയിട്ട് അങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്, പൊടി പിടിച്ച് കിടക്കുകയാണ്. ഇതിനെ ഒന്ന് ശുദ്ധീകരിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കഴിവുകളെ നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ കഴിവുകളില്ലാത്ത മനസ്സ് ഈ ലോകത്തിൽ ഇല്ല. മനസ്സിലായില്ലേ? പുറമേ ഉള്ള ശരീരത്തിൻ്റെ ജാതിയോ പുറമേയുള്ള സ്ത്രീ പുരുഷ ലിംഗഭേദമൊന്നും ഭാരതീയർ നോക്കിയിട്ടില്ല. അവർ നോക്കിയത് മുഴുവൻ മനസ്സിൻ്റെ കഴിവുകളെയാണ്. ഭാരതീയ മഹാത്മാക്കൾ നോക്കിയത് ഒരാളുടെ ശരീരത്തിൻ്റെ നിറം, ജാതി, വർണ്ണം, കുലം ഇതൊന്നും നോക്കിയിട്ടില്ല. അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ, രത്നാകരൻ്റെ കുലം നോക്കിയിരുന്നെങ്കിൽ നമുക്കൊരു പുസ്തകം കിട്ടുമോ? അദ്ദേഹത്തിൻ്റെ കുലം നോക്കിയോ മഹാന്മാർ? നോക്കിയോ? ഇല്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിനെയാണ് അവർ പരിവർത്തനം വരുത്തിയത്, അല്ലേ? അപ്പം ഇതൊന്നും നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഇവിടെ മോശക്കാരായി ആരും ഇല്ല. അപ്പോൾ ഒരാൾ മോശക്കാരനാവുന്നത് എപ്പോഴാണ്? സ്വന്തം മനസ്സിനെ ഒരു അനുഷ്ഠാനമില്ലാതെ ജീവിച്ചാൽ അത് വേണ്ടാത്ത ചിന്തകൾ നിറഞ്ഞ് പൊടി പിടിച്ച് കിടക്കുന്ന മനസ്സായി അത് കഴിവുകെട്ട മനസ്സാവും. ഇപ്പം കഴിവുള്ള മനസ്സാവണമെങ്കിൽ എന്ത് വേണം? അനുഷ്ഠാനം നമ്മുടെ ജീവിതത്തിൽ വേണം. അതാണ് നമ്മുടെ ഹിന്ദുക്കൾക്ക് കുറവ്. രാവിലെ എണീക്കണം, കുറച്ച് വിഷ്ണു സഹസ്രനാമം, കുറച്ച് പഠിക്കണം, മെനക്കെടണം. തപസ് അതാണ്. ഇപ്പോഴത്തെ കാലത്തെ തപസ് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ചോട്ടിൽ പോയിരിക്കുന്ന അല്ല തപസ്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. അത് നമുക്ക് സംവിധാനങ്ങളുണ്ടെന്ന്, ഇല്ലേ? ഓൺലൈനിലൂടെ ക്ലാസ്സുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്, സത്സംഗങ്ങളുണ്ട്. ഉണ്ടോ ഇല്ലയോ? ധാരാളം സത്സംഗങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? എന്താ ഈ കൊല്ലം ജില്ലയിൽ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ധാരാളം കാര്യങ്ങൾ. ഇപ്പം പണ്ടത്തേക്കാളും ആളുകൾ പലതും പഠിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം ഇവർ ദേവി മാഹാത്മ്യം പഠിക്കണമെന്ന് പറയുന്നു. അതുപോലെ നാരായണിയൊക്കെ നിങ്ങൾ ഇപ്പം കേൾക്കാൻ തുടങ്ങിയില്ലേ? നാരായണി എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ആളുകൾ. ഗുരുവായൂരൊക്കെ നോക്കി എത്ര ആയിരക്കണക്കിന് സ്ത്രീകളാണ് നാരായണിയൊക്കെ വന്ന് പാരായണം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഭാഗവത സപ്താഹം ഗുരുവായൂരിൽ നടത്തിയപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് വായിക്കാൻ അറിയുന്നവരവിടെ വന്നത്. ഇപ്പം നോക്കൂ, ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷം കൂടുന്തോറും ഭാഗവതം വായിക്കാൻ പഠിക്കുന്നു, നാരായണീയം പഠിക്കുന്നു, ഇല്ലേ? ഇതൊക്കെ നമുക്ക് ഈ മാറ്റം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ ഇത്തരം കാര്യത്തിലേക്ക് ഇറങ്ങി വരുന്നതുകൊണ്ടാണല്ലോ മാറ്റം സംഭവിക്കുന്നത്. അപ്പം നമുക്ക് തപസ് വേണം. തപസ് എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനം. എന്ത് വേണം? അപ്പം മുതിർന്നവരൊക്കെ പ്രായമാകും തോറും
നമ്മൾ അനുഷ്ഠാനം കൂടുതലുള്ളവരാകുമ്പോൾ മനസ്സിൻ്റെ ശക്തിയും മനസ്സിൻ്റെ കഴിവും കൂടി വരും. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളൊന്നും കഴിവ് കെട്ടവരല്ല, കഴിവുള്ളവരാണ്. ഇത് രത്നാകരൻ നമുക്ക് തെളിയിച്ചു തരാണ്. ഇനി രണ്ടാമത്തത് നിങ്ങൾ നോക്കൂ, രണ്ടാമത്തെ സ്ത്രീ എന്നുള്ള ഭേദബുദ്ധിയും നമ്മുടെ നാട്ടിലില്ല. അപ്പം നമ്മൾ തുറന്ന് കാണണം നമ്മുടെ ഹിന്ദു മതത്തിൻ്റെ മഹത്വം. നിങ്ങൾ നോക്കൂ, ഇതര മതങ്ങളിലൊക്കെ സ്ത്രീകളോടൊരു വിവേചനമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ചില മതങ്ങളിൽ സ്ത്രീകളെ വളരെ ഉപഭോഗ വസ്തുവായി കാണുന്ന ഒരു മതങ്ങളുണ്ട്, ഇല്ലേ? സ്ത്രീ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാനും അതുപോലെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാനും മാത്രമുള്ളവരാണ് എന്നുള്ള രീതി കാണുന്ന മതങ്ങളില്ലേ ലോകത്തിൽ? ഉണ്ടോ? സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പാടില്ല, സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, സ്ത്രീകൾ ആകെ ചാക്കിട്ട് മൂടി നടക്കണം. ഈ തരത്തിലൊക്കെ വിവേചനം ഈ കാലഘട്ടത്തിൽ പോലും സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? എന്നാൽ അവിടെയൊക്കെയാണ് നമ്മൾ രാമായണത്തിലൂടെ പഠിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ശബരീദേവി കാട്ടുവാസിയാണ്. ശബരീദേവി, ആ ശബരീദേവി മാതംഗ ഋഷിയുടെ ആശ്രമത്തിൽ വന്ന് തപസ് ചെയ്ത്, ശബരി ആശ്രമം എന്നാണ് അവരുടെ ആശ്രമത്തിനെ അറിയപ്പെട്ടത്. ആണോ? രാമായണത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്, ശബരി ആശ്രമ പ്രവേശം എന്ന്. ഉണ്ടോ അങ്ങനെ ഒരു വരികൾ രാമായണത്തിൽ? ഉണ്ടോ? ഇപ്പൊ ശബരി ആദിവാസിയാണ്. ആണോ? ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ആളാണോ ശബരി? പറയൂ. ശബരി ഒരു പെണ്ണാണ്. ആണോ? ഒരു പെണ്ണിൻ്റെ പേരിൽ ആശ്രമം അറിയപ്പെടണമെങ്കിൽ ആ കാലഘട്ടത്തിൽ ആ പെണ്ണിനെയാണോ നോക്കിയത്, ആ മനസ്സിൻ്റെ ക്വാളിറ്റിയാണോ നോക്കിയത്? നിങ്ങൾ പറയേണ്ടത് അതാണ് എനിക്ക്. ആ പെണ്ണെന്നുള്ള രീതിയിൽ ഒരു ജെൻഡർ വൈസോ, പെണ്ണിൻ്റെ പേരിൽ ആശ്രമോ, പെണ്ണങ്ങനെ ആവാൻ പാടുമോ എന്നുള്ളത് നോക്കിയോ? അപ്പൊ ഒരു പെണ്ണിൻ്റെ ആണിൻ്റെയോ നോക്കിയില്ല, ആ മനസ്സിൻ്റെ ക്വാളിറ്റി അല്ലേ? ആണോ? അപ്പൊ ദൈവീക ഗുണം നേടാൻ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. നമുക്ക് രാമായണത്തിൽ ഒരുപാട് സ്ത്രീകളെ ഇതുപോലെ കാണാം. അനസൂയാദേവി ഇല്ലേ? അതുപോലെ തന്നെ ശബരിക്ക് നമ്മുടെ ആരാണ്, ഒരു ചെറിയ തെറ്റുപറ്റി അഹല്യയ്ക്ക്, എന്നിട്ട് ശാപമൊക്കെ കിട്ടി. എങ്കിലും നിരന്തരമായ ഭജനത്തിലൂടെ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആണോ? ഉണ്ടോ ഇല്ലയോ? ശപിക്കപ്പെട്ടിട്ട് നീ കൊള്ളരുതാത്തവളെന്ന് പറഞ്ഞിട്ട് തള്ളുകയല്ല. അവളോട് പറയുന്നത്, മാതംഗ ഋഷി പറയുന്നത്, നിനക്ക് തെറ്റുപറ്റി, ശരിയാണ്, നീ തപസ് ചെയ്ത് കാത്തിരിക്കൂ, രാമൻ വരും, നിനക്ക് തിരിച്ചു വരാൻ പറ്റുന്നതാണ്. ഏത് വ്യക്തിക്കും ആത്മീയതയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. കൊള്ളരുതാത്തവരായി, കഴിവുകെട്ടവരായി, ഒന്നിനും പറ്റാത്തവരായി ഇവിടെ ആരും ഇല്ല. സ്ത്രീ പുരുഷ ഭേദമുണ്ടോ? നമുക്ക് രാമായണത്തിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഭഗവാൻ ശ്രീരാമസ്വാമി ബാലിയെ വധിച്ചതിന് ശേഷം താരയ്ക്ക് കൊടുക്കുന്ന ഉപദേശം. അപ്പൊ താരാദേവിയോട് സംവദിക്കുന്ന രാമൻ നോക്കൂ നിങ്ങൾ, താരാദേവി ഒരു പെണ്ണാണ്, മാറ്റി നിർത്തിയ ആത്മീയതയില്ലെന്ന്. ഇതൊക്കെ ആണുങ്ങൾക്കേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ, ഇതൊക്കെ സ്ത്രീകൾക്ക് പറയാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അന്ധവിശ്വാസം കുറേ പേര് പ്രചരിപ്പിച്ചിരുന്നു. സ്ത്രീകൾ അത് ചൊല്ലരുത്, സ്ത്രീകൾ അത് ചൊല്ലരുത്, പണ്ടുണ്ടായിരുന്നു ഒക്കെ. എന്നാൽ ഇത് രാമായണത്തിലേക്ക് നോക്കുമ്പോൾ രാമായണത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിവേചനവും ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, മാനവരാശിയെ പൂർണ്ണതയിലെത്തിക്കുന്ന അല്ലെങ്കിൽ ദൈവീകമാക്കാൻ സഹായിക്കുന്ന കൃതിയാണ് ഇത് രാമായണം. ഇപ്പം രാമായണം വായിച്ചാൽ എന്താ ഗുണം? രാമായണം എന്തിനാ വായിക്കുന്നത്? വായിക്കും തോറും മനസ്സിനെ അത് ദൈവീക ഗുണമുള്ളതാക്കി മാറ്റും. അപ്പം എത്ര കണ്ട് നമ്മൾ ദൈവീക ഗുണങ്ങളുണ്ടോ ആ മനസ്സിൻ്റെ കഴിവും ശക്തിയും വർദ്ധിക്കുമ്പോൾ ഇതിലൊക്കെ ഒരു ആസ്വാദനം കിട്ടിയെന്ന് വരിക. നിങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിലൊക്കെ ഒരു ആസ്വാദനം കിട്ടിയാൽ ഒറ്റയ്ക്കിരിക്കുമ്പം ബോറടിക്കില്ല. നമുക്കിതൊക്കെ വായിച്ചങ്ങനെ സമയം അതിലേക്ക് സ്പെൻഡ് ചെയ്യാം. പോരാത്തതിന് നമ്മൾ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടിയും ഒരു ആത്മീയ ബോധം വരുത്തി കൊടുക്കാൻ ഈ അറിവ് നമ്മളെ പ്രയോജനം ചെയ്യും. നിങ്ങൾ നോക്കൂ, ശ്രീരാമസ്വാമി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലല്ലോ നമ്മൾ കുട്ടികളോട് പറയണം, അവതാരങ്ങളായതുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ വിഗ്രഹ രൂപത്തിലിരുന്ന ഭക്തന്മാർക്ക് ഇങ്ങനെ വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കുന്ന ലോട്ടറി കച്ചവടക്കാരെ പോലുള്ള ഏർപ്പാടല്ല അത്. ആണോ? അവതാരമൂർത്തികൾക്കും അനുഷ്ഠാനമുണ്ട്. ശിവൻ എപ്പോഴും ചൊല്ലുന്ന മന്ത്രം എന്താ അറിയോ? നിങ്ങൾ വായിച്ചിട്ടുണ്ട്, രാമായണത്തിൽ തന്നെ പറയുന്നത് ശിവൻ എപ്പോഴും ചൊല്ലുന്നത് എന്താ പറയുക? ശിവൻ എപ്പോഴും താരകമന്ത്രം രാമനാമം ജപിക്കുന്നതാണ് എപ്പോഴും. ഇപ്പൊ ശിവനും ജപിച്ചുകൊണ്ടിരിക്കണം. സാക്ഷാൽ കൃഷ്ണന്റെ ജീവിതം നിങ്ങൾ പഠിച്ചു നോക്കും. ഭാഗവതം, നമ്മൾ ഭാഗവതത്തിൽ അത് കാണും. നമ്മളൊക്കെ ഈ ദൈവങ്ങളെ വിചാരിച്ചിരിക്കുന്നത് അറിയാം, അവർക്കൊന്നും അനുഷ്ഠാനം വേണ്ടെന്നാണ്. അവരങ്ങനെ ഇങ്ങോട്ട് ചോദിക്കുന്നൊക്കെ കൊടുക്കുക. അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ധാരണയെ പാടില്ല. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്
കൃഷ്ണൻ ബ്രാഹ്മേ മുഹൂർത്തവുത്തായ വാരിപസ്പൃശ്യ മാധവ ദദ്യോ പ്രസന്നകരണം ആത്മാനം തമസപ്പര എന്ന് പറഞ്ഞാൽ അർത്ഥമോ അറിയില്ല എനിക്ക്. നിങ്ങൾക്ക് മനസ്സിലാവോ? നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവോ? ബ്രാഹ്മേ മുഹൂർത്തവുത്തായ കൃഷ്ണൻ എന്ത് ചെയ്യും? ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ദദ്യോ പ്രസന്നകരണം കരണങ്ങളെയൊക്കെ ശുദ്ധീകരിച്ച് ആത്മാനം തമസപ്പര ധ്യാനം ചെയ്യും. കൃഷ്ണനും ഇരുന്ന് നാമൊക്കെ ചൊല്ലുന്നുണ്ടെന്നാണ്, കൃഷ്ണനും ജപിക്കുന്നുണ്ട്, കൃഷ്ണനും ധ്യാനിക്കുന്നുണ്ടെന്നാണ് ഭാഗവതം പറയുന്നത്. ഇനി ശ്രീരാമസ്വാമിയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനോടാണ് ഒരു മഹർഷി അദ്ദേഹത്തിന് നാമമൊക്കെ ഉപദേശിച്ചു കൊടുക്കും. ആരാണ് ആ മഹർഷിയുടെ പേരറിയോ നിങ്ങൾക്ക്? അദ്ദേഹത്തെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി യാഗരക്ഷയ്ക്ക് വേണ്ടിയൊക്കെ കൊണ്ടുപോകുന്ന ഒരു മഹർഷിയുടെ കഥയുണ്ടല്ലോ. ആരാണത്? വിശ്വാമിത്ര മഹർഷി. ആ വിശ്വാമിത്ര മഹർഷിയാണ് രാമനോട് കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമന്വിതം ഈ ശ്ലോകങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്താ പറയുന്നത്? പൂർവ സന്ധ്യ പ്രവർത്തതേ, ഇതേ കിഴക്ക് സൂര്യൻ ഉദിക്കാൻ പോകുന്നു. ഉത്തിഷ്ഠ, നീ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. എന്നിട്ട് ദൈവമാന്വിതം കർമ്മം ഇരുന്ന് ജപിക്കൂ രാമ എന്നാണ്. അപ്പൊ അവതാര പുരുഷന്മാർക്കും രാവിലെ എണീറ്റാലൊക്കെ എന്ത് വേണം? ജപം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹിന്ദു ആകുന്ന ജന്തുവിന് അത് വേണ്ടേ? നമുക്ക് മാത്രം ഇതൊന്നും വേണ്ടെന്നാണോ? അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കലാണോ നമ്മുടെ ജോലി? പറയൂ നിങ്ങൾ. അപ്പൊ അവതാരങ്ങൾക്ക് പോലും ജപം വേണമെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് വേണം? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? ജപിക്കണം. അത് ഹിന്ദുക്കൾ വിട്ടു. ശരിയാണോ? ഇതൊന്നും ഹിന്ദുവിൻ്റെ പണിയല്ല എന്നുള്ള രീതിയിൽ നമ്മളാരും ജപിക്കുന്ന സംസ്കാരമില്ലാതെ പോയി. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നമ്മളിത് പ്രചരിപ്പിക്കണം. എന്ത്? രാവിലെ ആയാൽ വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ആയാൽ ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലുന്ന ഒരു സംസ്കാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാം. നമ്മൾ കുട്ടികളെയും പഠിപ്പിക്കണം. അതാണ് ഒരു അച്ഛനും അമ്മയും എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം. മനസ്സിലായില്ലേ? അല്ലാതെ ചോറും കൊടുത്ത് വസ്ത്രവും വാങ്ങിച്ചു കൊടുത്ത് അവരെ കല്യാണം നടത്തി കൊടുത്താൽ നിങ്ങൾ അച്ഛനും അമ്മയും ആവില്ല, പൂർണ്ണമാവില്ല. അത് ഏത് മനുഷ്യരും ചെയ്യേണ്ട ചില ഉത്തരവാദിത്വങ്ങളാണ്. ഇത് ഉത്തരവാദിത്വം മാത്രമല്ല, ഇത് അവരുടെ ജീവിതത്തിൽ കരുത്തേകുന്ന കാര്യമാണ്. അതുകൊണ്ടോ ഈ കരുത്തുള്ളത് കൊണ്ടാണ് രാമന അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഒരു ശക്തിയാണ്. രാമനോട് കാട്ടിലേക്ക് പോകാൻ പറഞ്ഞു. എല്ലാം തയ്യാറായി, അഭിഷേകത്തിനൊക്കെ തയ്യാറായി നിൽക്കുമ്പോഴാണ് രാമനെ കാട്ടിലേക്ക്. രാമൻ എത്ര ഒരു നിസ്സാരമായിട്ടാണ് അതിനെ കണ്ടത്. ഓ, എന്താ ഇതിലൊരു വിഷമം എന്നാണ് അല്ലേ? ബഹളം വെച്ചോ രാമൻ, പൊട്ടിത്തെറിച്ചോ രാമൻ, തളർന്നു പോയോ രാമൻ? തനിക്കെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഭാര്യയെ ഉപേക്ഷിക്കേണ്ടി വരും, രാജ്യം ഉപേക്ഷിക്കണം, സഹോദരൻ ആരൊക്കെ കൂടെ വരുന്നൊരു പിക്ചറൊന്നുമില്ല രാമൻ തുടക്കത്തിൽ ഉണ്ടോ? അപ്പൊ ഇതൊന്നുമില്ലെങ്കിൽ നമുക്കാണെങ്കിൽ ഇരുന്ന് ചെയ്തു പോകും. ഞാൻ സീതയില്ലാതെ ഒറ്റയ്ക്ക് എങ്ങനെയാ പോവുക? ബോറടിക്കില്ലേ അവിടെ? ലക്ഷ്മണനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ലക്ഷ്മണനെ രാമൻ വിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ രാമായണം എടുത്തു നോക്കൂ. രാമൻ വിളിച്ചിട്ടുണ്ടോ? സീതയെ രാമൻ വിളിച്ചിട്ടുണ്ടോ? അവരൊക്കെ ഇങ്ങോട്ട് നിർബന്ധിച്ചതാണ് ഞങ്ങളും കൂടെ വരാമെന്ന്. ആണോ? ഇവരൊന്നുമില്ലെങ്കിലും ആര് പോവാൻ തയ്യാറാണ്? രാമൻ പോവാൻ തയ്യാറാണ്. അപ്പൊ രാമൻ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ സാധിച്ചത് ഈ അനുഷ്ഠാനത്തിന്റെ ശക്തി കൊണ്ടും. രാമൻ അറിയാം കാട്ടിൽ മൃഗങ്ങൾ മാത്രമല്ല ആശ്രമങ്ങളുണ്ട്. ഈ 14 കൊല്ലം ഏതെങ്കിലുമൊക്കെ ആശ്രമത്തിൽ പോയി പലതും പഠിക്കാം. അപ്പൊ രാമൻ കാടിനെ കാണുന്നത് ഭയാനകമായ ഒരു കാടിനെയല്ല, അറിവ് നേടാൻ പറ്റുന്ന ആശ്രമങ്ങളെയാണ് കാണുന്നത്. അപ്പൊ ആ ഒരു ജിജ്ഞാസയുള്ള രാമൻ അദ്ദേഹത്തിന് കാട്ടിൽ പോവാൻ യാതൊരു വിഷമവും ഉണ്ടായില്ല. അപ്പൊ നോക്കൂ, നിങ്ങൾ സത്സംഗ സംസ്കാരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോയാലും സത്സംഗത്തിലുള്ളൊരവസരം കാലം ഒരുക്കി വയ്ക്കും. നിങ്ങൾക്കതിനുള്ളൊരു ഭാഗ്യമുണ്ടാവും. എന്നാൽ ഇതൊന്നും അനുഷ്ഠിക്കാത്തവർക്കാണ് ജീവിതം അവസാനം നരകമായി തീരുന്നത്. അത് ദശരഥൻ കാണിച്ചു തരികയാണ്. അദ്ദേഹത്തിന് സത്സംഗത്തിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹമാണെങ്കിൽ എപ്പോഴും ഭാര്യയുടെ മൂടും താങ്ങി കൈകേയി എപ്പോഴും കൈ കഴുകുന്നത് വരെ കൈകേയി എന്നും പറഞ്ഞ് നടന്ന് അവസാനം കൈകേയി ശരിക്കും കൈ അങ്ങോട്ട് കഴുകി. കൈ കഴുകി എന്ന് മാത്രമല്ല 2 വരം ചോദിച്ചതോടുകൂടി ദശരഥൻ കിടക്കണു ICUവിൽ ഫ്ലാറ്റായിട്ട് ഒറ്റ കിടപ്പായി. പിന്നെ അവിടെ കിടന്ന് അമർന്നു അലറുന്നു അല്ലേ? എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് അലറുന്നത്? ആ കൈകേയിയെ വിളിക്കാത്ത ചീത്ത വാക്കുകളുണ്ടോ? ദുഷ്ടേ, ഭയങ്കരി, നീചെ. അതുവരെ അവളുടെ മൂടും താങ്ങി നടന്ന ആളാണ്. ഇപ്പം മൂടുമില്ല, ആളുമില്ല. അപ്പൊ നോക്കൂ, അതുവരെ ചക്കരെ പൊന്നെ നോക്കി വിളിച്ച പാർട്ടി ഇപ്പൊ ചക്കരയും ഇല്ല, പൊന്നും മൊത്തം ഒന്നുമില്ല. ആകെ താളം തെറ്റി. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രതീക്ഷിക്കാത്ത ഒരു അടിയാണ് ആര് കൊടുത്തത്? കൈയിൽ നിന്ന് കിട്ടിയത്. അപ്പം അദ്ദേഹം വിചാരിച്ചു എന്നും കൈകേയി പൊന്നു പോലെ എന്നെ നോക്കൂ, ഈ ചക്കരയെ മുത്ത എന്നുള്ള വിളിയിലെന്നും
അവളിങ്ങനെ മുത്തുപോലെ നിന്നോളും, പൊന്നുപോലെ നിന്നോളും എന്നതാണ്. ഇപ്പൊ കൈകയുടെ സ്വാർത്ഥം നോക്കുമെന്ന് ഈ ദശരഥൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആ അടി കിട്ടിയപ്പോഴാണ് ദശരഥന് മനസ്സിലായി, ഇനിയിപ്പം മുത്തുമില്ല പൊന്നുമില്ല, ഇനിയിപ്പം ഐസിയിലാണ് കിടക്കുന്നത്, തറയിൽ നിലത്ത് വീണ് കിടക്കണം. നോക്കൂ നിങ്ങളൊരു മഹാരാജാവിൻ്റെ ചരിത്രം. ഇതൊക്കെ എന്തിനാ പറയുന്നത്? നമ്മുടെ വീടുകളിൽ ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. എല്ലാം കുടുംബം, മക്കള്, വീട് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അതിൻ്റെ പിന്നാലെ നടന്ന് അവസാനം മക്കളും ഇല്ല, മക്കളുടെ പാട്ടിൽ പോയി. ഒരു വശത്ത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പോയി, ഭാര്യ ഒറ്റപ്പെട്ടു. ആ സമയത്തിരുന്ന് കരയും. ഈ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി നോക്കൂ നിങ്ങൾ. നിങ്ങൾക്ക് അധിക ദൂരമല്ലല്ലോ, തിരുവനന്തപുരത്തൊന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഗാന്ധി ഭവനിലൊക്കെ ഒന്ന് പോയി നോക്കണം. കുറേ എണ്ണം ഗാന്ധി അങ്ങോട്ട് പോകണ്ട. അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുനലൂർ കൊണ്ടുപോകണം അല്ലേ? ഈ പത്തനാപുരത്ത് അവിടെയുണ്ടല്ലോ, അവിടെയാണല്ലോ ഈ സംഗതി ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് പോയി നോക്കൂ നിങ്ങൾ. എത്ര ആളുകളാണ് നോക്കൂ അതിൻ്റെ അകത്ത്. 10, 200, 300 ഒക്കെ ഹിന്ദുക്കളാണ്. അധിക പേരും എല്ലാം ഹിന്ദുക്കളാണ്. പ്രായമായിട്ടുള്ള എല്ലാം അവിടെ കടന്ന് ഇങ്ങനെ കരയുന്നു. ഞാൻ വേറെയും കുറേ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണത്? എല്ലാം സ്വപ്നം കണ്ടിരുന്നു. പ്രായമൊന്നും ആവില്ല, എല്ലാ കാലത്തും എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവുന്നൊക്കെ അങ്ങനെ സ്വപ്നം കണ്ടിരുന്നു. അവസാനം ഈ ദശരഥൻ വീണ പോലെ വീണു. കൈകേയിയാണ് ദശരഥന് പണി കൊടുത്തെങ്കിൽ ഇവിടെ മക്കളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അവരൊക്കെ കൈ ഒഴിഞ്ഞപ്പോഴാണ് കൈയും കാലും മേലോട്ടിട്ട് അടിച്ചിരുന്ന, അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന്. ഇവിടെയാണ് നമുക്ക് പാഠം പഠിക്കേണ്ടത്. അവിടെയാണ് കർമ്മത്തിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കാനുണ്ടാവുള്ളൂ. അതെപ്പോഴും നമ്മൾ ഓർത്തോണം. നല്ല കർമ്മമൊക്കെ മറ്റുള്ളവരൊക്കെ അവരും ഉണ്ടാവും കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ. പക്ഷേ ഫലം പ്രതികൂലമായി വരുമ്പോൾ എപ്പോഴും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ആരും ഉണ്ടായിട്ടും കാര്യമില്ല. ദശരഥൻ്റെ കൂടെ കൗസല്യ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? രാമൻ തന്നെ അവിടെ നിന്നുകൊണ്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ദശരഥന് കൈകേയി പറഞ്ഞ ആ വാക്കുകളുടെ വേദനയിൽ നിന്ന് പുറത്തു കടക്കാൻ രാമൻ നിന്നതുകൊണ്ട് കാര്യമുണ്ടോ? പറയൂ നിങ്ങൾ. ഇല്ല. അപ്പൊ അതുകൊണ്ട് ആരും കൂടെ ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പൊ എന്താ വഴിയുള്ളത്? നമ്മൾ ഇവിടെയാണ് മനസ്സിനെ നമ്മൾ മാറ്റിയെടുക്കാനുള്ള ഒരു അനുഷ്ഠാനവും സത്സംഗവും ജീവിതത്തിൽ ഉണ്ടാവണം. 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. കൃത്യനിഷ്ഠ വേണം, അനുഷ്ഠാനം വേണം, സത്സംഗം വേണം. എന്തൊക്കെയാണ്? കൃത്യനിഷ്ഠ വേണം, അനുഷ്ഠാനം വേണം, സത്സംഗം വേണം. ഇത് ഉണ്ടോ? നിങ്ങൾക്ക് സമയം കടന്നു പോകുന്നത് അറിയില്ല. ഇത് രാമായണത്തിലെ ഒരു പാഠമായി നമ്മൾ പഠിക്കണം. ഇത്രയും മതി രാമായണത്തിൽ നിന്ന്. രാമായണം എന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ പ്രചോദനത്തിൻ്റെ ഗ്രന്ഥമാണ്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇത് പറയുമ്പം നമ്മുടെ കഴിഞ്ഞ ഗവൺമെൻറ്റിലെ മിനിസ്റ്റർ ഒരു ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നു അല്ലേ? അവരിടക്കാലത്ത്, ഇപ്പോഴല്ല കുറെ മുമ്പ്, രാമായണത്തെക്കുറിച്ചൊരു വളരെ വിമർശനാത്മകമായ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. രാമായണമൊക്കെ ബ്രാഹ്മണ്യത്തിൻ്റെ ഇതൊക്കെ ഒരു വർഗീയതയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ടീച്ചർ ഏത് കാലത്താണ് ജനിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം രാമായണം തുറന്നു നോക്കിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അവരെന്തിനാ ടീച്ചർ എന്ന് വിളിക്കുന്നത് പോലും എനിക്ക് മനസ്സിലായില്ല. അവരേത് വിഷയത്തിലാണ് ടീച്ചർ ആയതെന്നുള്ളത്. കാരണം രാമായണം വായിച്ചു നോക്കുന്ന ഏതൊരുത്തനും മനസ്സിലാവും ആ വാത്മീകി ബ്രാഹ്മണനാണോ. നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്ക്. ആണോ? രാമായണം നമ്മൾ വായിക്കുന്ന രാമായണത്തിൽ രത്നാകരൻ, വാത്മീകിയായ രത്നാകരൻ ഒരു ബ്രാഹ്മണനാണോ? ആണോ? രാമൻ കൂട്ടുകൂടുന്ന ഗുഹന്റെ അടുത്തല്ലേ ആദിത്യം സ്വീകരിക്കുന്നത്? ആണോ? ഒരു ബ്രാഹ്മണനാണോ? ശബരീദേവി ഒരു ബ്രാഹ്മണയാണോ? ബ്രാഹ്മണ സ്ത്രീയാണോ? ആണോ? വിഭീഷണൻ, അതുപോലെ തന്നെ സുഗ്രീവൻ, ഹനുമാൻ, ഇവരൊക്കെ ബ്രാഹ്മണന്മാരാണോ? പറയൂ നിങ്ങൾ. അപ്പൊ ഇവരൊക്കെ മഹാന്മാരാക്കി മാറ്റുന്ന. അപ്പൊ നോക്കൂ, ഹനുമാൻ സ്വാമി ദൈവതുല്യമായി, രാമന് തുല്യം ഈശ്വരനായി മാറി ഇല്ലേ? ആണോ? ഇല്ലയോ? ശബരീദേവി ഈശ്വര തുല്യായില്ലേ? ഇന്നും നമ്മൾ ആ മലയ്ക്ക് വിളിക്കുന്നത് ശബരിമല എന്നാണ് വിളിക്കുന്നത്. ആണോ? ഒരു ഈശ്വര തുല്യായ ദൈവീകത ഉള്ള ആളുകളാക്കി മാറ്റുക. മനുഷ്യനെ ദൈവീകതയുള്ള മനുഷ്യരാക്കി മാറ്റുന്ന കൃതികളാണ് ഭാരതത്തിൻ്റെ കൃതികൾ. അവിടെ ജാതീയതയ്ക്കോ, ഞാൻ പറഞ്ഞില്ലേ, വർഗവർണ്ണ വ്യത്യാസമോ ഇല്ല. ഉണ്ടോ? നോക്കൂ, അയ്യപ്പസ്വാമിയായിട്ട് ചേർന്നപ്പോൾ ഒരു വാവര്, മുസ്ലിമായ വാവർക്ക് പോലും ഒരു ദൈവീകത കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഭാരതത്തിന്. ഉണ്ടോ? പറയൂ നിങ്ങൾ. അപ്പൊ മനുഷ്യനെ ദൈവീക മനുഷ്യരാക്കി മാറ്റി. ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങളുടെ നാട് തന്നെ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. പൊതുവെ മഹാഭാരതത്തിലെ വലിയ ദുഷ്ട കഥാപാത്രങ്ങളാണ് ശകുനിയും ദുര്യോധനൊക്കെ.
പക്ഷേ ഈ നാട്ടിൽ ശകുനി ഒരു ദൈവമാണ്, ദുര്യോധനനും ഇവിടെ ഒരു ദൈവമാണ്. അപ്പം അവർക്ക് ആ ദൈവീകത കൊടുക്കുക. ഞാൻ അടുത്ത കാലത്ത് ശ്രീലങ്കയിൽ പോയപ്പം ഞാൻ കണ്ട ഒരു ക്ഷേത്രം വിഭീഷണൻ്റെ പേരിലുള്ള ക്ഷേത്രമാണ്. അപ്പം വിഭീഷണൻ ഒരു ദൈവീകത കൊടുത്തിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പം ഏത് മനുഷ്യരിലും ഒരു നല്ലതിനോട് ചേരുമ്പോൾ നമ്മൾ പറയാല്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. നല്ലതിനോടൊക്കെ ചേർന്ന് നല്ലതിൻ്റെ കൂടെ നിന്നാൽ നമ്മളും ഒരു നല്ല വ്യക്തിയായി രൂപപ്പെടും. ഇത് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് രാമായണം. ആണോ? അതിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ കൊണ്ടുവരുന്നത് രാമായണത്തോട് ചെയ്യുന്ന നിന്ദയാണത്. എന്നാൽ പറയുന്ന ടീച്ചർക്ക് വിവരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് കൽപ്പിച്ചുകൂട്ടി ഹിന്ദുക്കളെ ഒന്ന് കളിയാക്കാനോ പരിഹസിക്കാനോ പറയുന്നതായിരിക്കാം. പക്ഷെ ഞാൻ ടീച്ചർ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ ഏത് വിമർശനങ്ങളും ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗ്രന്ഥം രാമായണം മാത്രമേ ഉള്ളൂ. ടീച്ചർ എന്തെങ്കിലും ഒരു തരത്തിലൊന്ന് ഖുറാനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു നോക്കട്ടെ. അപ്പോൾ ടീച്ചർക്ക് ശരിക്കും ടീച്ചർ ആരാന്നറിയാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങളെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യവും ശക്തിയും എല്ലാവർക്കും ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? അതാണ് ഹിന്ദു മതത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും ധന്യതയും. ഇത്രയും മതി. നമസ്കാരം.